ഹലോ ഗൈസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, റിവാർഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ഒക്കെയാണ് അല്ലേ? അതിനി പണമോ വസ്തുക്കളോ ഒക്കെ ആകാം. എന്നാൽ മറ്റൊരു തരം റിവാർഡ് കൂടെയുണ്ട്, ഇൻടാഞ്ചിബിൾ റിവാർഡ്സ്. നോൺ ഫിസിക്കൽ റിവാർഡുകളാണ് അവ. അതായത് ഒരു അപ്രീസിയേഷൻ, പ്രൊമോഷൻ പോലെ ഒരു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻസിന് നോൺ ഫിസിക്കലായി റിവാർഡ് ചെയ്യുന്ന പരിപാടി. നമ്മുടെ പോയിന്റ് അതല്ല, ഇൻടാഞ്ചിബിൾ എന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. റിവാർഡ്സിനെ പറ്റിയല്ല, ഒരു അസറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഗുഡ്വില്ലിനെ പറ്റി. എന്താണ് ഒരു ബിസിനസിന്റെ ഗുഡ്വിൽ എന്നറിയാമോ? പറഞ്ഞു തരാം. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതായത് നമുക്ക് ഫിസിക്കലി കാണാൻ സാധിക്കാത്ത അസറ്റ്. റെപ്യൂട്ടേഷൻ, ലോയൽ കസ്റ്റമേഴ്സ്, ബ്രാൻഡ് നെയിം, ട്രസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്നിവയൊക്കെ അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ബിസിനസിന്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാൻ ഈ ഫാക്ടേഴ്സ് സഹായിക്കും. ഗുഡ്വിൽ രണ്ട് തരത്തിലാണുള്ളത്, പർച്ചേസ്ഡ് ആൻഡ് സെൽഫ് ജനറേറ്റഡ്. ഒരു ബിസിനസ് മറ്റൊരു ബിസിനസിനെ അതിന്റെ ആക്ച്വൽ അസറ്റിനേക്കാൾ കൂടുതൽ തുക നൽകി വാങ്ങുകയാണെന്ന് കരുതുക. കൂടുതലായി നൽകുന്ന ആ പണത്തെയാണ് പർച്ചേസ് ഗുഡ്വിൽ എന്ന് വിളിക്കുന്നത്. ലോയൽ കസ്റ്റമേഴ്സ്, ഗുഡ് റെപ്യൂട്ടേഷൻ ആൻഡ് എ സ്ട്രോങ് ബ്രാൻഡ് നെയിം എന്നിവയൊക്കെ ആയിരിക്കും ഇത്തരം ഇടപാടുകളിലൂടെ ബിസിനസ്സുകൾക്കുള്ള നേട്ടം. ഒരു ബിസിനസ് സ്വന്തം എഫേർട്സിലൂടെ നേടിയെടുക്കുന്ന ഗുഡ്വിൽ ആണ് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ. നല്ല സർവീസ്, സ്ട്രോങ് റെപ്യൂട്ടേഷൻ, ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്നിവയിലൂടെ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ നേടിയെടുക്കാം. ഇനി ഗുഡ്വില്ലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ലൊക്കേഷൻ. പ്രൈം ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകൾക്ക് ഗുഡ്വിൽ കൂടുതലായിരിക്കും. 2. ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്റ്റ് ഓർ സർവീസിന്റെ ക്വാളിറ്റി കൂടുമ്പോൾ ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി കൂടും. 3. മാർക്കറ്റ് റെപ്യൂട്ടേഷൻ. ഫേമസ് ആയ, ട്രസ്റ്റഡ് ആയ നെയിം ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യും. 4. മാനേജ്മെന്റ് എഫിഷ്യൻസി. ഇഫ് ദ മാനേജ്മെന്റ് ഇസ് സ്കിൽഡ്, ഇറ്റ് വിൽ ഹെൽപ് ടു എൻഹാൻസ് ഗുഡ്വിൽ. അക്കൗണ്ടിംഗ് ടേംസിൽ ഗുഡ്വില്ലിന് ഫിസിക്കൽ ഫോം ഇല്ല, പക്ഷെ വാല്യുബിൾ ആണ്. പണം നൽകുന്നുണ്ട് എന്നതിനാൽ തന്നെ പർച്ചേസ് ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റായി റെക്കോർഡ് ചെയ്യും. പാർട്ട്ണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് വിൽക്കുമ്പോഴോ ആണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യപ്പെടുക. ഉദാഹരണത്തിന് 10 lakhs വർത്ത് അസറ്റ്സ് ഉള്ള ഒരു ബിസിനസ് 12 lakhsന് വിൽക്കപ്പെടുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള 2 lakhs ആണ് ഗുഡ്വിൽ. അത്രേ ഉള്ളൂ. വീഡിയോ ഒരു തവണ കൂടി കണ്ടു നോക്കൂ, കോൺസെപ്റ്റ് സെറ്റ് ആകും. അപ്പോൾ ശരി, കൂടുതൽ സിമ്പിൾ ലെസൺസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. See you in the next video. Take care and goodbye.